റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മുൽഹിർ സുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ റബീലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത്. ഈ മഹത്തായ വേദിയിൽ തിരിച്ചു നൽകേണ്ട സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആദ്യം തൗഫീക്ക് നൽകുമാറാവട്ടെ. ലോകത്തിൻ്റെ വിമോചനവും കാരുണ്യത്തിൻ്റെ പ്രവാചകനുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ. കാലഭേദങ്ങൾക്ക് അതീതമായൊരു സാമൂഹിക വിപ്ലവത്തിന് നടുനായകത്വം വഹിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവാർഷികം ഞാൻ വീണ്ടും ആഘോഷിക്കുന്നു. ലോകത്തിൻ്റെയും മാനവികതയുടെയും വസന്ത കാലഘട്ടമായിരുന്നു പ്രവാചക പ്രഭുവിൻ്റെ കാലഘട്ടം. ലോകത്ത് വസന്തം വിരിയുന്നത് അത് റബീഉൽ അവ്വൽ ആവണമെന്ന് ജഗനിയന്ത്രാവിൻ്റെ തീരുമാനമാണ് റബീഉൽ അവ്വൽ പ്രവാചക ജനനം കൊണ്ട് അനുഗ്രഹീതമാവാനുള്ള കാരണം. ഉമ്മുൽ ഖുറ എന്ന് പരിശുദ്ധ ഖുർആനും ഭൂപ്രദേശത്തിന്റെ മധ്യ എന്ന ആധുനിക ഭൂമിശാസ്ത്രജ്ഞരും അവകാശപ്പെട്ട മക്ക നഗരിയാണ് പ്രവാചക ജനനത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തത്. പ്രവാചകരുടെ വിമോചന സന്ദേശങ്ങൾ അത് ലോകമെമ്പാടും എത്തിക്കാൻ അതിന്റെ പ്രചാരണം ലോകമധ്യത്തിൽ വെച്ച് തുടങ്ങുന്നത് ഉത്തമം തന്നെ. ലോകാന്തര ഭാഷയും ഉന്നത കുലമഹിമയും ആപ്പിൾ വർണ്ണനവും അനുപമ സൗന്ദര്യവും പ്രവാചക പ്രഭുവിൽ മുളച്ചത് കേവലം യാഥാർത്ഥ്യകരമല്ല. ഭാഷ, ദേശം, വർണ്ണം, കുലമഹിമ തുടങ്ങിയ ഭൗതിക മൂലങ്ങളുടെ പരിപൂർണത മൂലം പ്രവാചകൻ ലോക ജനതയുടെ ആകർഷണ ബിന്ദുവായി തീരണമെന്ന് സൃഷ്ടികർത്താവിന്റെ നിബന്ധനയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. ഇന്നത്തെ ലോകം വളരെ അസ്വസ്ഥത നിറഞ്ഞതാണ്. ഭീകരവാദിത്യവും വർഗീയതയും കൊള്ളയും കൊലയും മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ മൃഗങ്ങളാക്കുന്നു. അഴിമതിയും കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഭരണപ്രക്രിയയിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളായി. പൊങ്ങച്ചവും ധൂർത്തും പലിശയുമെല്ലാം പരിഷ്കരണത്തിന്റെ അളവുകോലായി. സത്യവും നീതിയും അന്യം നിന്ന് പോയൊരു കാലം. ഇരുണ്ട യുഗമെന്ന് വിശേഷിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിനെ വെല്ലുന്ന ആധുനിക സമൂഹം. തന്നേക്കാൾ വലിയവനായി ആരുണ്ട്? ഈ പ്രപഞ്ചം മുഴുവൻ തനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന സ്വാർത്ഥ ചിന്തയാണ് ഇന്ന് ഈ അവസ്ഥ വരുത്തി വച്ചിരിക്കുന്നത്. ഇതിന് നിയന്ത്രണം വേണം, എന്നാലേ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. പ്രവാചക ദർശനത്തിന്റെ സന്ദേശം ഇതുതന്നെ. എൻ്റെ ലോകം, എൻ്റെ ജീവിതം, എൻ്റെ സുഖം എന്നതിലുപരി സഹോദരന്റെ സുഖം, സഹോദരന്റെ ജീവിതം എന്ന ചിന്തയിലേക്ക് പ്രവാചകൻ മനുഷ്യനെ ഉയർത്തി. ആധുനിക വിമോചന മുദ്രാവാക്യങ്ങൾക്ക് പിന്നിലെ പാഞ്ഞെടുക്കുന്ന മനുഷ്യ സമ്പൂർണമായൊരു സമൂഹ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഞാൻ പഠിക്കണം. ഇരുൾ മുറ്റിയ ഭൂമിയിൽ നന്മയുടെ പ്രകാശം പരത്തി തിരുക്കാല സമയത്തിന് മാതൃകയായത് അവർക്ക് കാണാം. ഓർക്കുക, ആഘോഷങ്ങൾ മാത്രം ഒതുക്കേണ്ടതല്ല പ്രവാചക സ്മരണകൾ. ജീവിതത്തിന്റെ സകല മേഖലകളിലും അവിടുത്തെ ചര്യ പിന്തുടർന്ന് അങ്ങ് റൗള ഷരീഫിൽ ആ ഭൗതിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭശാലിയെ മനസ്സിന്റെ അടിത്തട്ടിൽ പ്രതിഷ്ഠിക്കണം. അത് നമ്മുടെ ആത്മാവിന് തുപ്തമാകും, ദുഷ്ടവിചാരങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കും. ഖബറിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ആ പുണ്യാത്മാവിന്റെ ഭൗതിക ശരീരം മാത്രമാണ്. ആ തിരുമനസ് എപ്പോഴും എവിടെയും നമുക്കിടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമോ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് റൂഹ് പിടിക്കാൻ സമ്മതം വാങ്ങി. എന്നിട്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന സമയം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന കൊണ്ട് കരയുന്നു. എന്നിട്ട് അവിടെ നിന്ന് മലക്കുൽ മൗത്ത് അസ്രായിലിനോട് പറഞ്ഞു, അസ്രായിലെ ഒന്ന് മയത്തിൽ പിടിക്കൂ എന്ന്. കേട്ട അസ്രായിൽ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, റൂഹ് പിടിക്കുന്നത് വളരെ കാഠിന്യമേറിയ ജോലിയാണ്. ഇത്രയും പതിയെ ഞാൻ മറ്റൊരാളുടെയും റൂഹ് പിടിച്ചിട്ടില്ല എന്ന്. റൂഹ് പിടിക്കുന്ന വേദന സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതിനിടയിലും ചോദിച്ചത്, എൻ്റെ ഉമ്മത്തിന് ഈ വേദന സഹിക്കേണ്ടി വരുമോ എന്നായിരുന്നു. മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഈ വേദനയല്ല, ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വേദന സഹിക്കേണ്ടി വരുമെന്നായിരുന്നു. ഇത് കേട്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന സമയത്തും അവിടെ നിന്ന് പറഞ്ഞു, അവരുടെ വേദനയും കൂടെ ഞാൻ സഹിച്ചോളാം, എന്നിട്ടെങ്കിലും എൻ്റെ ഉമ്മത്തിൻ്റെ വേദന കുറച്ചു കൊടുക്കൂ എന്ന്. മരണമാസന്നമായ സന്ദർഭത്തിൽ പോലും സമുദായത്തെക്കുറിച്ച് വികലപ്പെട്ട പ്രവാചകന്റെ സ്നേഹം തിരിച്ചു നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പരിപൂർണ ചര്യ പിന്തുടരുന്നതിലൂടെ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.